ലോകത്തിന്റെ സമാധാനാന്തരീക്ഷത്തെയും സുരക്ഷയെയും ഒരുപോലെ പിടിച്ചുകുലുക്കുന്ന അതിഗൗരവമുള്ള സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ മധ്യേഷ്യയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ വാഗ്വാദങ്ങളും ഉപരോധങ്ങളും വർഷങ്ങളായി ഈ മേഖലയെ കലുഷിതമാക്കിയിരുന്നുവെങ്കിൽ ഇന്നത് പൂർണ്ണതോതിലുള്ളൊരു സൈനിക സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തിനിൽക്കുകയാണ്. കുവൈറ്റിലും സമീപ പ്രദേശങ്ങളിലും ഒരേ സമയം ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ നടുക്കം മാറും മുൻപ് ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഊർജ്ജ ഗതാഗതപാതയായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഒരു ചരക്ക് കപ്പലിന് നേരെയും ആക്രമണം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അവിചാരിതമായ സംഭവവികാസങ്ങൾ മധ്യേഷ്യയിലെ ഭൂരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ അതീവ ഉത്കണ്ഠയോടെയാണ് ഈ വാർത്തയെ ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വടക്കൻ കുവൈറ്റിലെ ഒരു പ്രധാനപ്പെട്ട US സൈനിക കേന്ദ്രത്തിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂവെങ്കിലും ഇതിന്റെ പ്രകമ്പനം വളരെ ദൂരെയുള്ള ജനവാസ മേഖലകളിൽ പോലും വ്യക്തമായി അനുഭവപ്പെട്ടുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള നേരിട്ടുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കുവൈറ്റ് ഭരണകൂടവും അമേരിക്കൻ സൈന്യവും സംഭവസ്ഥലത്ത് കർശനമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ഉറവിടം കണ്ടെത്താനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ തിരിച്ചറിയാനുമുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ ആകാശപാതകളിൽ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ആശങ്കാജനകമായ മറ്റ് വിവരങ്ങളും പുറത്തുവരുന്നത്. ഇറാനുമായും കുവൈറ്റുമായും അതിർത്തി പങ്കിടുന്ന ഇറാഖിലെ തന്ത്രപ്രധാനമായ ബസ്ര പ്രവിശ്യയിൽ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എണ്ണപ്പാടങ്ങളും അന്താരാഷ്ട്ര വ്യാപാര പാതകളും നിറഞ്ഞ ഈ പ്രദേശത്ത് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് ജനങ്ങളിൽ ഭീതി പരത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തെ തുടർന്ന് കുവൈറ്റിലും ഇറാഖിലും ഉൾപ്പെടെയുള്ള മേഖലയിലുടനീളം അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സുരക്ഷാ സേനകളെല്ലാം പൂർണ്ണ സജ്ജരാക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗൾഫ് രാജ്യങ്ങളിലെ സർക്കാരുകൾ സജ്ജമായി കഴിഞ്ഞു. സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ വിവിധ രാജ്യങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കരയിലെ ഈ സ്ഫോടനങ്ങൾക്കു പുറമെ സമുദ്രപാതകളിലെ സുരക്ഷയും പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ ഊർജ്ജ ഗതാഗത ചാലുകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും സിംഹഭാഗവും കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ സമുദ്രപാതയിലൂടെയാണ്. ഈ പാതയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് കടുത്ത ആശങ്കയെ ഉയർത്തിയിട്ടുണ്ട്. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നാവികസേനകൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം കപ്പൽ കമ്പനികൾക്കും കച്ചവടക്കാർക്കും വലിയ ഭയമാണ് സമ്മാനിച്ചിരിക്കുന്നത്. കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നതിനെക്കുറിച്ചും ഇൻഷുറൻസ് തുക കുത്തനെ കൂട്ടുന്നതിനെക്കുറിച്ചുമുള്ള ആലോചനകൾ ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു. ഈ സംഭവവികാസങ്ങളുടെ ഏറ്റവും വലിയ ആഘാതം നേരിടാൻ പോകുന്നത് ആഗോള സാമ്പത്തിക വിപണിയാണ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് കപ്പലിന് നേരെയുണ്ടായ ആക്രമണം ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തെയും അന്താരാഷ്ട്ര വ്യാപാര മേഖലയെയും ഗുരുതരമായി ബാധിക്കുമെന്ന ഭീതിയിലാണ് വിപണി ഇപ്പോൾ നിലകൊള്ളുന്നത്. എണ്ണവില കുത്തനെ ഉയരാനും അതുവഴി ലോകമെമ്പാടും ഇന്ധന വിലക്കയറ്റത്തിന് പണപ്പെരുപ്പത്തിനും കാരണമാകാനും ഈ സാഹചര്യം വഴിവെച്ചേക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി മധ്യേഷ്യയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ കഠിനമായി ബാധിക്കും. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസികളും സാമ്പത്തിക നിരീക്ഷകരും ഈ സംഭവവികാസങ്ങൾ അതീവ സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിച്ചു വരുന്നത്. സ്ഥിതിഗതികൾ ശാന്തമായില്ലെങ്കിൽ ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന് പോലും ഇത് കാരണമായേക്കാമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്.